ഇന്ന് ഉച്ചവരേക്കുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പണികളൊക്കെ ഒരുങ്ങി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ദോശയും ചമ്മന്തിയാണ്. തേങ്ങ ചമ്മന്തിയാണ്, ചട്ടണിയല്ല. കട്ട ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. ചായയും അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുണികൾ രാവിലെ നേരത്തെ അലക്കി വെച്ചതുണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് വിരിച്ചിട്ടു. നേരത്തെ അലക്കിയിട്ടാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്നും മഴ പെയ്യണ കാരണം തുണികൾ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണത്തിനുള്ളൊരു കറി ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഒരു വടുവപ്പുളി നാരങ്ങ ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് അച്ചാറിടാൻ കരുതി. നല്ല മൂത്ത നാരങ്ങയാണ്, അപ്പോൾ അതിൻ്റെ തൊലിക്കൊക്കെ ഒരു കറുപ്പ് കളറുണ്ട്. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് ഒരുവിധമൊക്കെ ഒന്ന് ചെത്തി വെച്ചു. പിന്നെ അതിലേക്ക് ചേർക്കണ പ്രധാനപ്പെട്ട ഒരു 2 സാധനങ്ങൾ കാന്താരി മുളകാണ് കേട്ടോ. വെള്ള കാന്താരി ഉണ്ട്, വയലറ്റ് കാന്താരി ഉണ്ട്. അതിന് നല്ല എരിവാണ്. അപ്പോൾ ഞാൻ എവിടെ കാന്താരിയുടെ ചെടി കണ്ടാലും വീട്ടിൽ കൊടുന്ന് ഉണ്ടാക്കും. കാന്താരി മുളകിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഈ അച്ചാറിലേക്ക് അതാണ് കേട്ടോ ചേർക്കണത്. നല്ല ചൊടി ഉണ്ടാവും ഈ വെള്ളമുളകും വയലറ്റ് മുളകൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് അരിഞ്ഞ് വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് റെഡിയാക്കി കടുക് പൊട്ടിച്ച ശേഷം അതൊക്കെ ഒന്ന് ഇട്ട് നന്നായി വഴറ്റി അതിലേക്ക് പിന്നെ അച്ചാർ പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ. മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടിയാണ് ചേർക്കണത്. ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നാരങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. മോരുകറിയും മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.